ഇനിയിപ്പോൾ ലുലു ജംഗ്ഷൻ എന്നറിയപ്പെടാൻ പോകുന്ന മാങ്കാവത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ഈ ഒരു ജംഗ്ഷനാട്ടോ. ഇവിടെ ലുലു ഓപ്പൺ ചെയ്യുന്നതിന് മുന്നുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. സെപ്റ്റംബർ 9 ഇനി ഏതാനും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം മുതൽ ഇനി ഏതാനും 4 ദിവസം കൂടിയേ ഈ ഒരു ലുലു 3 ദിവസം കൂടി ലുലു ഓപ്പൺ ചെയ്യാനുള്ളൂ. പക്ഷേ മാങ്കാവ് ജംഗ്ഷനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഈ ലുലു ജംഗ്ഷന് കണ്ടറിയേണ്ടി വരും. ഏകദേശം ഈ റോഡിൻ്റെ വീതി ഒന്ന് നോക്കണം കേട്ടോ. ഈ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏറിപ്പോയാൽ 2 വണ്ടി പോകാൻ രണ്ട് ബസ് പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഈ റോഡിനുള്ളൂ. ഇതിനൊക്കെ അവസ്ഥ കണ്ടറിയേണ്ടി വരും. ഈ ജംഗ്ഷനോ അല്ലെങ്കിൽ ഈ സിഗ്നൽ പോലും ഇല്ലാതെ ഈ ഒരു അവിടുന്ന് ഒരു വാഹനം കയറണമെന്നുണ്ടെങ്കിൽ ഇത്രയും വാഹനങ്ങളിവിടെ ബ്ലോക്കായി. ഒരു കാറ് കയറാൻ വേണ്ടിയിട്ട് ഇത്ര വാഹനങ്ങളിവിടെ ബ്ലോക്കായിക്കിന്. അപ്പോൾ ഒരു കാറ് കയറിയപ്പോൾ ഉണ്ടായൊരു ബ്ലോക്കാണത്. അതുപോലെ ഇവിടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തുന്ന സ്ഥലം. അവിടുന്ന് മാങ്കാവെന്ന് വന്നിട്ട് ഇവിടെയാണ് ഒരു സ്റ്റോപ്പ് ഉള്ളത്. ഇനി ലുലുവിൽ നിന്ന് ഡെയിലി വേണ്ട ഒരു 5 മിനിറ്റിൽ എത്ര വാഹനം പുറത്തിറങ്ങുന്നുണ്ടുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിട്ടോ. ലുലുവിൽ വലിയ പാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം എത്ര വാഹനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടുള്ളത് ആലോചിച്ച് നോക്കിയാൽ ഊഹിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കാണിച്ചു തരാം. ലുലു വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഉപകാരമാണ്. കോഴിക്കോട് ഒരു ലുലു വരുന്നുണ്ട്. ഓക്കെ ഏതായാലും കോഴിക്കോടുകാർക്ക് ഒരു ഓണസമ്മാനം എന്ന രീതിക്കാണ് ലുലു വരുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു വളവിലൊക്കെ ഉള്ള സ്പേസ് കണ്ടോ. ഈ ഒരു സ്പേസിൽ കൂടിയാണ് ആൾക്കാർ പോകേണ്ടത്. ഇത്രയും കാണിച്ചു തരാം. ഒരാൾ ഇതിൽ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു സ്പേസ് അവിടെ ഉള്ളു കേട്ടോ. ഈ ഒരു സ്പേസിൽ വണ്ടിക്കാർ വരുന്ന വരവ് കണ്ടില്ലേ. വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒട്ടാകെ 2 വണ്ടിക്കുള്ള ഈ ഒരു സ്പേസ് മാത്രം അവിടെ ഉള്ളത്. ബ്ലോക്ക് എന്ന് വെച്ചാൽ എജ്ജാതി ബ്ലോക്കില് പരിപാടിയുണ്ടോ? ഇതിപ്പോ എന്തിനാ കണ്ണു തുറപ്പ് സർക്കാര്, കണ്ണു തുറപ്പ് സർക്കാര്.
പരിഹരിക്കൂ സർക്കാരെ. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ധർണ സിന്ദാബാദ്, മുസ്ലിം ധർണ സിന്ദാബാദ്. എജ്ജാതി ബ്ലോക്കാന്നറിയും. ഇതിനി പിന്നെ 9-ാം തീയതി കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കേട്ടോ ഇവിടുത്തെ ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥ. ഒന്നൊന്നര അവസ്ഥ ഉണ്ടായിരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ ഇനി വൈകുന്നേരമായിട്ടോ പോകാനുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിക്കോണ്ടല്ലേ, അങ്ങനെയൊക്കെ ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഇവിടുത്തെ ബ്ലോക്കൊന്നും തീർന്നിട്ടില്ല. ലേശമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ മാങ്കാവ് കണ്ട ഉടനെ കണ്ടത് മുതൽ, ഞാൻ മാങ്കാവ് കാണുന്നത് മുതൽ ഇതേ ഈ അവസ്ഥയാണ്. ഇനിയിപ്പം 9-ാം തീയതി മുതൽ അവസ്ഥ മാറാൻ പോകും. അവിടുത്തെ ട്രാഫിക്കുകളും നാട്ടുകാരും ഒരു പെടാപ്പെടൽ പെടും. കണ്ടോ ട്രാഫിക്കൊക്കെ പെട്ടേന്ന് പറയാൻ ഇനി ഇല്ല പെടാൻ.